ിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് തിയറീസാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ തന്നേക്കുന്ന സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കണം. ഇത് ക്രിസ്പാണ്, വളരെ ക്രിസ്പാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള നോട്ട് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ആ PDF ഓപ്പൺ ആക്കിയിട്ട് PDF വായിച്ചു നോക്കാം. അതും അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഞാൻ തന്ന നോട്ട് വായിച്ചു നോക്കണം. ഓക്കെ, വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും, ആൻസേഴ്സ് മലയാളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മേജർ പൊളിറ്റിക്കൽ തിയറീസ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ലിബറലിസം, രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് മാർക്സിസം, മൂന്നാമത്തെ സിദ്ധാന്തം വെച്ചാൽ ഗാന്ധിസം. ഈ 3 സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ലിബറലിസം പഠിക്കാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓർക്കണം, ലിബറലിസം എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് 1 വേർഡിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലിബറലിസം എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ലിബറലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൽ അവിടെ ആരൊക്കെയാണുള്ളത്, രാജ്യത്തിൽ ഗവൺമെൻറ്റും ഉണ്ട് ജനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റും ഉണ്ട് ജനങ്ങളും ഉണ്ട്. അപ്പം ഒരു രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം അവിടെയുള്ള വ്യക്തികൾക്കാണ്. ആ ഒരു സിദ്ധാന്തത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്, അവിടെയുള്ള ഗവൺമെൻറ്റിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്കാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ലിബറലിസം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ തത്വങ്ങൾ പഠിക്കണം. നമ്മളൊരു essay ആയിട്ട് പഠിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പം ഒന്നാമത്തെ തത്വം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. ഞാൻ പറഞ്ഞു, അവിടെയുള്ള ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു രാജ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ജനാധിപത്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള നേതാക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റൂൾ ഓഫ് ലോ ഉണ്ട്. അപ്പം നിയമം എല്ലാ ആളുകൾക്കും ഒരേപോലെ ആയിരിക്കും. അതേപോലെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും എന്തായിരിക്കും, തുല്യരും ആയിരിക്കും. ഇതൊക്കെയാണ് ലിബറലിസത്തിൻ്റെ തത്വത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇതും പഠിച്ചു വെച്ചേക്കാം. ഈ ലിബറലിസം പ്രധാനമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക, ബ്രിട്ടൻ, ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിൽ ലിബറലിസം ആണ് അല്ലേ. ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെൻറ്റിനെക്കാട്ടിയും പ്രാധാന്യം ആർക്കാണുള്ളത്, നമ്മുടെ വ്യക്തികളാണ്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജനപ്രതിനിധികളെ വോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. നമ്മളെപ്പോഴും ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റൂളിൻ്റെ അധീനതയിലായിരിക്കും അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ലിബറലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി ലിബറലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഒരു രാജ്യത്തുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സംസാരിക്കാനും എന്ത് ചെയ്യും, സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ജനങ്ങളെ നമുക്ക് വോട്ടിലൂടെ തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കും. ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളെ നമുക്ക് സംരക്ഷിക്കാനായിട്ടും ലിബറലിസം സഹായിക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ലിബറലിസം ഒരുപാട് സഹായകരമാകും. ഇത്രയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ബെനിഫിറ്റ്സ് ചോദിച്ചാലും ഇങ്ങനെ എഴുതണം കേട്ടോ. പക്ഷേ ഇതുവരെ ബെനിഫിറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്താണ് ലിബറലിസം എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻസ് വെച്ചാൽ എന്തോന്നാണ്, പരിമിതികൾ, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം പരിമിതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിബറലിസം ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് ഇൻഡിവിജ്വൽസിന് പ്രാധാന്യം കൊടുക്കുന്ന സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലിബറലിസം ഉള്ള സ്ഥലങ്ങളിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള മത്സരം കൂടും. മനസ്സിലായോ? അതായത് ദരിദ്രർ വീണ്ടും എന്താണ്, ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സമ്പന്നർ വീണ്ടും എന്താണ്, സമ്പന്നരായിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ആളുകൾക്കും കറക്റ്റായിട്ടുള്ളൊരു നീതി കിട്ടത്തില്ല. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞാലും, ജനങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എന്താണ്, ആ ഒരു സമ്പദ് വ്യവസ്ഥ കുറേ നാൾ മുമ്പോട്ട് പോകില്ലെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതേപോലെ തന്നെ എന്താ, ചില ആളുകൾ എന്ത് ചെയ്യും, സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. ഇതൊക്കെ ലിബറലിസം ഉള്ള ഒരു രാജ്യത്തിൻ്റെ കുറച്ച് വീക്ക്നെസ് ആണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ ലിബറലിസം എന്തോന്നാണ്, ലിബറലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ലിബറലിസത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഈ 3ഉം പഠിച്ചു വെച്ചേക്കുക. പറ്റുവാണെങ്കിൽ ഞാൻ തന്ന സാധനങ്ങൾ അതേപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കുക. അതുമല്ലാന്നുണ്ടെങ്കിൽ വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ എഴുതി വെക്കുക. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത സിദ്ധാന്തത്തിലേക്ക് കടക്കാം. അടുത്ത സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്നത് കേട്ടോ.
അപ്പം മാർക്സിസം എന്ന് പറയുന്ന സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സ് ആണ് കേട്ടോ. അപ്പം ഈ കാറൽ മാർക്സിൻ്റെ ഒരു ബുക്കിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതേപോലെ തന്നെ മൂലധനം. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ കാറൽ മാർക്സിൻ്റെ ബുക്കിൻ്റെ പേരാണ്. ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അപ്പം കാറൽ മാർക്സ് പ്രധാനമായിട്ടും മാർക്സിസം കൊണ്ടുവരാനായിട്ടുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. ആരൊക്കെയാണ്? തൊഴിലാളികളും അതേപോലെ തന്നെ എന്താണ്, മുതലാളിമാരും. അപ്പം മുതലാളിമാർ എപ്പോഴും എന്താണ്, അവരുടെ കയ്യിലായിരിക്കും സമ്പത്ത് കൂടുതൽ, അവരെപ്പോഴും മുതലാളികളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ എപ്പോഴും എന്താണ്, അവരുടെ കീഴിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവണതയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇദ്ദേഹം ഈ ഒരു പ്രവണത കണ്ടിട്ടാണ് മാർക്സിസം എന്ന് പറഞ്ഞ തിയറി ഉണ്ടാക്കിയത്. ഇനി മാർക്സിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വർഗസമരം അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതലാളിമാരും തൊഴിലാളികളുമാണ് ഉള്ളത്. മുതലാളിമാർ എപ്പോഴും എന്താണ്, തൊഴിലാളികളെ ചൂഷണം ചെയ്തിട്ട് അവർ തന്നെ മുമ്പിലോട്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. രണ്ടാമത് അസമത്വം. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസത്തിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാം, തുല്യ അവകാശം തുല്യ അവസരം എല്ലാ ആളുകൾക്കും ലഭിക്കണം. ഇപ്പം തൊഴിലാളികൾക്കും മുതലാളിമാർക്കും എന്താണ്, സമൂഹത്തിൽ ഒരേ പദവി, ഒരേ തുല്യത, ഒരേ ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടണം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫാക്ടറികൾ, ഭൂമി തുടങ്ങിയിട്ടുള്ള ഉൽപ്പാദന മാർഗങ്ങളിൽ സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാകാതെ കുറച്ചും കൂടെ ആർക്കും കൂടെ കൊടുക്കണം, ബാക്കിയുള്ള നമ്മുടെ സ്വകാര്യ വ്യക്തികൾക്കും കൂടി കൊടുക്കണം എന്നൊക്കെയാണ് മെയിനായിട്ട് ആര് പറയുന്നത്, നമ്മുടെ മാർക്സിസത്തിൻ്റെ തിയറി പറയുന്നത്. അതേപോലെ തന്നെ ചൂഷണം കുറയ്ക്കുക, തൊഴിലാളികൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്സിസത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. അതും പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് മാർക്സിസം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും നമുക്ക് പറയാം, മാർക്സിസം എന്ന് പറയുന്ന സമൂഹത്തിൽ ഒരു സമത്വ സമൂഹം ഉണ്ടാക്കാനായിട്ടും തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടും അതേപോലെ തന്നെ ചൂഷണം കുറയ്ക്കാനായിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, മാർക്സിസം എന്ന് പറയുന്ന തിയറി ഉണ്ടായതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത് മാർക്സിസത്തിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം കുറയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച മന്ദതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാർക്സിസം കാരണമാകുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ അധികാരം അതേപോലെ തന്നെ അധികമായിട്ട് നിയന്ത്രിക്കാനായിട്ട് മാർക്സിസം തിയറി കൊണ്ട് സഹായകമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്സിസത്തിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുമില്ല, മാർക്സിസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, കാറൽ മാർക്സ് ആണ് മാർക്സിസം എന്ന് പറഞ്ഞ തിയറി ഉണ്ടാക്കിയത്. ഇനി അടുത്ത് ഈ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം മാർക്സിസം എന്ന് എഴുതണം കേട്ടോ. ഇനി നമ്മുടെ കാറൽ മാർക്സിൻ്റെ ബുക്കിൻ്റെ പേരെന്തോന്നാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതേപോലെ തന്നെ മൂലധനം. പിന്നെ എന്താണ് തിയറി, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതെവിടെ ഇപ്പം ഞാൻ തന്ന നോട്ടിലില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാവുന്ന ചാപ്റ്ററല്ല, അടുത്ത് പഠിക്കാവുന്ന ഒരു തിയറിയും കൂടെ ഉള്ളൂ, അതാണ് ഗാന്ധിസം. ഗാന്ധിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെ തിയറി ആയിരിക്കും, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ തിയറിയാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിഷ്യന്മാരുണ്ടല്ലോ, അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് സിദ്ധാന്തമാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. ഈ തിയറിക്കകത്ത് നമ്മുടെ ഗാന്ധിയുടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഗാന്ധി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ആ കുറച്ച് കാര്യങ്ങളാണ് ഈ തിയറിക്കകത്ത് വരുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സത്യം പറയണം, അതിനനുസരിക്കുകയും വേണം. അതേപോലെ തന്നെ നോൺ വയലൻസ്, അഹിംസ, നമ്മൾ വാക്കിലോ പ്രവൃത്തിയിലോ ആരെയും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. സർവോദയ, എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സിമ്പിൾ ലിവിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, വളരെ ലളിതകരമായിട്ടുള്ള ജീവിതം വേണം നയിക്കാനായിട്ട്. അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ, അതായത് ഗ്രാമങ്ങൾക്കും പ്രാദേശിക ജനങ്ങൾക്കും എന്ത് വേണം, അധികാരം കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഗാന്ധിസത്തിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഗാന്ധിസത്തിൻ്റെ തിയറി കൊണ്ട് കുറച്ച് ബെനിഫിറ്റ് നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പ്രൊമോട്ട് പീസ് ആൻഡ് ഹാർമണി, അതായത് നമുക്ക് സമാധാനവും ഐക്യവും വളർത്താനായിട്ട് എന്ത് സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ ഗാന്ധിസത്തിൻ്റെ തിയറി കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും അതിനെ വികസിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ആളുകൾക്കിടയിൽ സ്നേഹം, അതേപോലെ തന്നെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ഗാന്ധിസം എന്ന് പറയുന്ന തിയറി കൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഗാന്ധിസത്തിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടു ഫോളോ കംപ്ലീറ്റ്ലി. അതായത് നമുക്കിപ്പോൾ ഉള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഗാന്ധിസം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പണ്ടത്തെ കാലഘട്ടത്തിൽ ഗാന്ധി എന്ന് പറയുമ്പം അറിയാലോ, സ്വന്തം ചക്കയിൽ നൂർത്തുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് അതേപോലത്തെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗാന്ധിജി ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ കമ്പ് കൊണ്ട് അടി വരെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മൾ എല്ലാ സാഹചര്യത്തിലും അഹിംസ ഫലപ്രദമാക്കണമെന്നില്ല. കാരണം നമുക്ക് എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഗാന്ധിജിക്ക് ഒരു കാരണം കാണിച്ചു കൊടുത്ത്, അല്ല ഒരു കവിളടിച്ചപ്പം മറു കാരണം കാണിച്ചു കൊടുത്തതുപോലെ നമുക്കിപ്പം കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കൊന്ന് കിട്ടിയാൽ നമ്മൾ തിരിച്ച് 2 കൊടുക്കുന്ന ആളുകളാണ്. പിന്നെ അതേപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് വളരെ ലളിതകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് ഓരോ കോലങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ 4 തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 ലിബറലിസം, 2 മാർക്സിസം, 3 ഗാന്ധിസം. ഈ 3 സിദ്ധാന്തത്തിൻ്റെയും തിയറീസും ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും ഒക്കെ എന്ത് ചെയ്യുക, ഒരു എസ്സേ പോലെ പഠിച്ച് മനസ്സിലാക്കി വച്ചേക്കണം കേട്ടോ. ഇന്നത്തെ ടാസ്ക് ഇതാണ് കേട്ടോ. ഇതിന് താഴെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് നോട്ടും കൂടി അതിന് താഴെ തന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ മലയാളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ ഇംഗ്ലീഷ് നോട്ടും കൂടി ഒന്ന് വായിച്ചു നോക്കുക. സംഭവം ചില വാക്കുകൾ നമുക്ക് 1 വേർഡിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. മലയാളത്തിൽ വളരെ കുറച്ചാണ്, മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് വരത്തില്ല, മുഴുവൻ ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ ഈ ഞാൻ തരുന്നത് ഞാൻ മലയാളം നോട്ട് വായിച്ച ശേഷം ആ താഴെ കുറച്ച് ഇംഗ്ലീഷിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിച്ച് അതും കൂടി ചെറുതായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇപ്പോഴേ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ട് എല്ലാം മനസ്സിലാക്കി വരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? അപ്പം നമുക്കിനി അടുത്ത ചാപ്റ്റർ പഠിക്കാം കേട്ടോ.